CPM നേതാക്കൾക്ക് വലിയ തിരിച്ചടി കൊടുത്തത് BJP ആണ്. അത് എങ്ങനെയെന്നല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ട്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ G-Martനൊപ്പം. അന്നു മുതൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിരോധം CPMന് BJPയോട് ഉണ്ട്. കിട്ടുന്ന സ്ഥലത്തെല്ലാം BJPയെ എങ്ങനെയെങ്കിലുമൊക്കെ കരിവാരി തേക്കാൻ CPM പല പണി നോക്കുന്നുണ്ട്. നിലവിൽ ഇന്ന് VV രാജേഷ് വിളിച്ചുകൂട്ടിയ വാർത്താ സമ്മേളനത്തിൽ CPM നേതാക്കൾക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണമാണ് മേയർ VV രാജേഷ് ഉന്നയിക്കുന്നത്. മേയർ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നത്തിന്റെ പേരിൽ CPM മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് മേയർ VV രാജേഷ് പറയുകയാണ്. CPM പ്രവർത്തകർ ആസൂത്രിതമായി പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുകയാണെന്ന് ഗുരുതരമായ ഒരു ആരോപണമാണ് മേയർ എന്ന് ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസം ആമേഴഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളാൻ ശ്രമിക്കുകയും അത് തടയാൻ ശ്രമിച്ച നഗരസഭാ ജീവനക്കാരെ വാഹനമിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിന്റെ പിന്നിൽ CPM പ്രവർത്തകനാണെന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. കേസിൽ പോലീസിന്റെ പിടിയിലായ കരിമം കോളനി സ്വദേശി ഷമീർ ഉന്നത CPM നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണെന്ന് മേയർ ചൂണ്ടിക്കാണിക്കുകയാണ്. ഭരണം നഷ്ടപ്പെട്ടതിന്റെ വിരോധത്തിലും നിരാശയിലും ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. തലസ്ഥാനത്തെ നിലവിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതി പര്യാപ്തമല്ല എന്ന്, കൂടാതെ മെച്ചപ്പെട്ട ഒരു സംവിധാനം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. BJP അധികാരമേറ്റത്, അതായത് തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരമേറ്റ അന്ന് തന്നെ പറഞ്ഞതാണ്, പെട്ടെന്ന് 1-2 മാസം കൊണ്ട് തിരുവനന്തപുരത്ത് ഒരു മാലിന്യമുക്തമാക്കാനോ അല്ലെങ്കിൽ മാലിന്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല, അതിന് കുറെ മാസങ്ങളെടുക്കും, ചിലപ്പോൾ 1 വർഷമെങ്കിലും എടുക്കുമെന്ന് VV രാജേഷ് പറഞ്ഞതാണ്. ഇത്രയും വർഷം 10-45 വർഷത്തോളം തിരുവനന്തപുരം നഗരസഭ അടക്കി വെച്ചത് CPM ആണ്. ആ CPMന് ഇത്രയും വർഷത്തോളമായി തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നമൊന്നും തന്നെ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഒരു 6 മാസം മുമ്പ് വന്ന BJPക്കെതിരെ, അതായത് തിരുവനന്തപുരം നഗരസഭയിൽ BJPക്കെതിരെ ഒരു വലിയൊരു വിമർശനവുമായി CPM വരുന്നത്. 6 മാസം കഴിഞ്ഞിട്ടും കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ കാതലായ ഒരു വിമർശനം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ CPM മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് VV രാജേഷ് പറയുന്നത്. നഗരത്തെ മനഃപൂർവ്വം മാലിന്യമാക്കി ഭരണ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമമാണ് നടന്നതെന്നും മേയർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഷമീറിന് CPM നേതൃത്വവുമായി അടുത്ത ബന്ധമാണുള്ളത്. ഷമീറിനൊപ്പം CPMന്റെ ചാല ഏരിയ സെക്രട്ടറി സുന്ദർ നിൽക്കുന്ന ചിത്രവും മേയർ ഒന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. സംഭവത്തിൽ പിടിയിലായ ഷമീർ അനധികൃതമായി മാലിന്യം ശേഖരിച്ച് നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലും ജലാശയങ്ങളിലുമായി തള്ളിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിനായി സമഗ്രമായ പുതിയ പദ്ധതി നടപ്പാക്കാൻ ഭരണസമിതി തയ്യാറെടുക്കുകയാണെന്ന് മേയർ പറയുകയാണ്. ഇതിന്റെ ഭാഗമായി പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നത് തടയാൻ കർശനമായ നിരീക്ഷണവും കർമ്മ പദ്ധതികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നഗരസഭയുടെ നിലവിലെ മാലിന്യ സംസ്കരണ സംവിധാനം CPM ഭരണകാലത്ത് നടപ്പാക്കിയ പദ്ധതിയാണെന്നും അതിൽ നിരവധി പോരായ്മകളുണ്ടെന്നും മേയർ പറയുകയാണ്. അതിനാൽ മാലിന്യ സംസ്കരണത്തിന് സമഗ്രമായ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നു. അത് മറ്റ് സംസ്ഥാനങ്ങളിലെ നഗരസഭകൾ, അതായത് ഗുജറാത്ത് മോഡൽ, ഡൽഹി മോഡൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ അവരുടെ നഗരസഭ ചെയ്യുന്ന പദ്ധതികൾ എന്താണ്, അതെല്ലാം പഠിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ ഒരു പദ്ധതിയാണ് തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ നിരാശയിൽ നഗരത്തെ തകർക്കാനുള്ള രാഷ്ട്രീയമായ ഒരു നീക്കം CPM ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഇത്തരം നടപടികൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും VV രാജേഷ് പറയുകയാണ്. മുൻ മന്ത്രിക്ക് അടക്കം ഇതിൽ പങ്കുണ്ടെന്നും സംഭവത്തിൽ ഉന്നതതല ഗൂഢാലോചന ഉണ്ടോ എന്നതടക്കമുള്ള കാര്യത്തിൽ പോലീസ് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ഭരണം നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിൽ നഗരത്തിലെ ജനങ്ങളെ CPM ദ്രോഹിക്കരുതെന്ന് VV രാജേഷ് പറയുകയാണ്. അതായത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ CPMന്റെ ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള ഷമീറിനെ അടക്കം പോലീസ് രാത്രിയാണ് വളഞ്ഞിട്ട് തമ്പാനൂർ ആമേഴഞ്ചാൻ തോടിന് മുമ്പാകെ വളഞ്ഞിട്ട് പിടിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു തെളിവ് സഹിതം നിരത്തിയിലൂടെ CPMന്റെ കള്ളത്തരങ്ങൾ ഇപ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വന്നിരിക്കുന്നുവെന്നാണ് VV രാജേഷ് ഇപ്പോൾ പറയുന്നത്.